ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു മോര് കറി ഉണ്ടാക്കാൻ പോവുകയാണേ. അതിന് വേണ്ടി ഒരു വലിയ ബൗൾ നിറച്ച് ഒരു 1/2 ലിറ്ററോളം വരും. ലിറ്റർ എനിക്കറിയില്ല. ഒരു വലിയ ബൗൾ നിറച്ച് കട്ടി തൈരെടുത്ത് വെച്ചിട്ടുണ്ട്. 3 വെണ്ടയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 7 കോവയ്ക്ക അതും ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കൊരു മോര് കറി ഉണ്ടാക്കാം. നമുക്ക് സ്റ്റൗ കത്തിക്കാം. പാത്രം ചൂടാവട്ടെ. ഈ ചൂടായ പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതെ, എണ്ണ ചൂടാവട്ടെ. നമ്മൾ എണ്ണ ചൂടായി. ഈ ചൂടായ എണ്ണയിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് ഇതിനകത്തോട്ട് 3 മുളക് നടു ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കേ. ഇതിനകത്ത് 2 കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒരു 10 കുഞ്ഞുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത് അത് ഇട്ട് കൊടുത്ത് ഒരു 3 പച്ചമുളക് അതും 2 പിളർന്നത് അതും ഇട്ട് കൊടുത്തേ. ഇതിനകത്ത് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന വെണ്ടയ്ക്കയില്ലേ 3 എണ്ണം അതും ഇട്ട് കൊടുക്കണം. ചെറിയ 3 വെണ്ടയ്ക്കായിരുന്നേ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇനി ഇതിലോട്ട് ഈ കോവയ്ക്കയില്ലേ അതും ഇട്ട് കൊടുക്കാം. ഇതൊരു ഒഴിച്ചുകറിയേ, നല്ല ടേസ്റ്റുള്ളൊരു ഒഴിച്ചുകറിയാണ്. ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. വെണ്ടയ്ക്കയും കോവയ്ക്കയൊക്കെ നല്ലതൊന്ന് വാടി കിട്ടണേ. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ വെണ്ടയ്ക്കയും കോവയ്ക്കയൊക്കെ ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടണം. നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെയൊക്കെ പച്ചമണം മാറി. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ പിരിയമുളക് പൊടി, പിന്നെ ഒരു നുള്ള് ഉലുവാപ്പൊടി. ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യേ. ഇനി ഇതിലോട്ട് 1 തക്കാളി അരിഞ്ഞത് അത് ഇട്ട് കൊടുത്തേ. ഇനി ഇതൊന്ന് കവർ ചെയ്യാം. നമുക്ക് ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മറ്റേ എല്ലാം നല്ല വാടിക്കഴിഞ്ഞേ. ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കവർ ചെയ്യാൻ ഇത് തീ സിമ്മിൽ കിടക്കുക. ഈ സിമ്മിൽ കിടന്ന് 2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മുടെ ഈ തക്കാളി വേവുന്ന നേരം കൊണ്ട് നമുക്ക് ഈ തൈരില്ലേ ഇത് ഈ മിക്സിയുടെ ജാറിലോട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരെ.
നല്ല കട്ട എന്തെങ്കിലും ഉണ്ടെങ്കിലേ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. നമ്മുടെ തക്കാളി നോക്കേ. മതിയേ. ഇനി ഇതിനകത്ത് ഇപ്പം നമ്മൾ അടിച്ചുകൊണ്ടുവന്ന തൈരില്ലേ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ഈ തീരെ കുറച്ച് സിമ്മിൽ തന്നെ കിടക്കേ. ഇനി മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ശകലം വെള്ളവും കൂടെ, നമുക്ക് എത്ര ലൂസ് വേണം അതനുസരിച്ച്. ഇത് തിളപ്പിക്കണ്ട, ഒന്ന് ചൂടായി കിട്ടും, നല്ലൊരു ചൂടായി കിട്ടണേ, തിളച്ച് പോരുത്. ശക്കലം തീയിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കേ. അടിപൊളി ടേസ്റ്റായത് ചോറിലൊഴിച്ച് കഴിക്കാൻ. കുറച്ചും കൂടെ ഉപ്പ് വേണേ. പുളിയുള്ള തൈരാണെങ്കിൽ ഓരോരുത്തരുടെ ഓരോരുടെ ഇഷ്ടം അനുസരിച്ച് പുളിയുള്ള തൈരോ, ഇപ്പം ഇച്ചിരി പുളി കുറഞ്ഞ തൈരാ. നല്ല ഒന്ന് ചൂടാവട്ടെ. ഇനി ഇതിനകത്ത് കറിവേപ്പില ഇട്ട് ഞാൻ എന്തായാലും ഗ്യാസ് നല്ല ചൂടായി, തിളയ്ക്കരുത്. ഞാൻ ഗ്യാസ് ഓഫാക്കുകയാണ്. ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ഗ്യാസ് ഓഫാക്കണേ. 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. നമ്മൾ മോര് കറി നോക്കേ. ഒരു 2 മിനിറ്റ് ഇരുന്നതേ ഉള്ളൂ. നല്ല കുറുകുറാന്നായി, നല്ല കട്ടിയായേ. ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പം നോക്കിയേ, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല ആവി പറക്കുന്ന ചൂട് മോര് കറി എന്താ. ഇത് രസമാണ് ഇതൊക്കെ ചോറിലൊഴിച്ച് കഴിക്കാൻ. ഓക്കെ, വെണ്ടയ്ക്കയും ഒന്നും വലിയ ഫ്രൈ ആയി പോരുതേ. ഓക്കെ, നല്ല ടേസ്റ്റുള്ള മോര് കറി, തേങ്ങ അരയ്ക്കട്ട, ഒന്നും വേണ്ട. അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.